സ്പൈസി ഭക്ഷണം കഴിക്കുന്നതാണോ അൾസർ വരാനുള്ള റീസൺ? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം അത് ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ MS ചെയ്യുന്ന കാലത്ത് അൾസർ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് നമ്മൾ പറയുന്നത് ആമാശയത്തിലും ചെറുകുടലിൻ്റെ ആരംഭത്തിൽ ഡുവോഡിനത്തിൽ വരുന്ന അൾസറുകളാണ്. അന്നാണ് അൾസർ എന്ന് അന്ന് കാലത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ അന്ന് ഞങ്ങളോട് പറയാം സ്മോക്കിംഗ്, സ്പൈസസ്, സ്പിരിറ്റ്സ്, ആൽക്കഹോൾ, പിന്നെ ചില സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, സോ എല്ലാം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ അൾസറുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിക്കലും അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ അൾസർ ഉണ്ടാക്കുന്നത് ഇതൊന്നുമല്ല എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ എന്നുള്ളത്. അപ്പോൾ എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം സിമിറ്റിഡിൻ എന്ന് പറഞ്ഞ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് സിമിറ്റിഡിൻ എന്ന് പറഞ്ഞ മരുന്ന് കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഇപ്പം പാൻഡോസിഡ് എന്നൊക്കെ പറഞ്ഞ ഈ പാൻഡോപ്രസോളൊക്കെ ഒരുപാട് വന്നു. അപ്പോൾ ആ മരുന്നുകളും ഈ എച്ച് പൈലോറിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അൾസർ ഇല്ല. അതേപോലെ ആമാശയ ക്യാൻസറുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആമാശയ ക്യാൻസർ ഏറ്റവും കൂടുതൽ ജപ്പാനിലാണ്, കാരണം അവർക്ക് സ്മോക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്, അത് എൻവയോൺമെൻറ്റൽ ഹസാർഡാണ്. പക്ഷെ അതർവൈസ് ആമാശയ ക്യാൻസറുകൾ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എച്ച് പൈലോറി ഉള്ളവർക്കാണ്. എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉള്ളവർക്കാണ്. സോ ഈ സ്പൈസ് കഴിച്ചതുകൊണ്ട് അൾസർ വരുന്ന പറയാൻ പറ്റാണ്ടായി. പണ്ട് കാലത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇതായിരുന്നു കുഴപ്പം എന്ന്. ഇപ്പോൾ അതുകൊണ്ട് എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യണ കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇന്ന പോലെ ട്രീറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ആ ബാക്ടീരിയ വരുന്നത്? ആ ബാക്ടീരിയ അതായത് ഇന്ത്യയിലെ ഏകദേശം 75% മേലെ എല്ലാ കിണർ വെള്ളങ്ങളിലും ഈ ബാക്ടീരിയ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടാമിനേറ്റ് അത് നമ്മൾ സാധാരണ തിളപ്പിച്ചാറ്റാത്ത വെള്ളമൊക്കെയാണല്ലോ പലരും കുടിക്കുക, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക്, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അൾസർ ഡിസീസ് എന്നുള്ളത് പണ്ട് ഒരു ദിവസത്തെ അഡ്മിഷൻ്റെ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ 3-4 അൾസർ കുടലിൽ തുള വീണ് വരും, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഒന്ന് കാണാനേ ഇല്ല. കഴിഞ്ഞ 2 വർഷത്തിൽ ഞാൻ ഒരെണ്ണം പോലും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല അൾസറിൻ്റെ ഡിസീസ്. അപ്പോൾ അൾസർ അതാണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് അൾസേഴ്സ് എന്ന് പറയുന്നത് വരുന്നത് ചെറുകുടലിലും വൻകുടലിലും വരുന്ന അൾസേഴ്സാണ്. അത് ഇതൊന്നുമല്ല, അത് പിന്നെ ഇപ്പോൾ ഒരു കാരണം കൂടെ ഞാൻ പറയാം. ഈ ആമാശയത്തിൽ അൾസർ വരുന്നത് വേദന സംഹാരികളാണ്. അതായത് ഈ ഡൈക്ലോഫിനാക്ക് പോലത്തെ, ഈ ബോവിറാൻ എന്നൊക്കെ പറയുന്നതിൽ ഡൈക്ലോഫിനാക്ക് പോലത്തെ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആമാശയത്തിലും ചെറുകുടലിലും അൾസർ വരാം. സോ ഇത് രണ്ടാണ് പ്രധാന റീസൺസ്. സ്പൈസി ഫുഡായിട്ടില്ല. പിന്നെ ഒരുപാട് ചില ആൽക്കഹോൾ, ചില പിന്നെ വാറ്റിയെടുത്ത ചില മരുന്നുകളിലൊക്കെ ഇങ്ങനെ ഈ അൾസർ വരാം. അത് റയറാണ്. പിന്നെ അൾസർ ഡിസീസ് കുടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടലും വൻകുടലുമാണ്. അതിൽ വരുന്നത് ഈ ചില ശരീരത്തിനോട് പ്രതിപ്രവർത്തിക്കുന്ന ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, പിന്നെ വേറെ ചില ട്യൂബർക്ലോസിസ്, നമ്മുടെ TB തന്നെ, കുടലിൽ ബാധിക്കുന്ന TB, പിന്നെ അലർജിക് കൊളൈറ്റിസ്, ചില പ്രത്യേക രീതിയിൽ നമുക്ക് അലർജി വന്നിട്ടുള്ള ചില അസുഖങ്ങൾ, അങ്ങനെയൊക്കെ. പിന്നെ NSAIDs, ഈ പറഞ്ഞ ബോവിറാൻ തന്നെ ചിലപ്പോൾ ചെറുകുടലിൻ്റെ ഏറ്റവും അറ്റത്ത് ഉണ്ടാക്കാം അൾസർ. അങ്ങനെയൊക്കെ ചില കാരണങ്ങളാണ് അൾസർ വരാനായിട്ട്. അതായത് പണ്ടത്തെ പോലെ നമ്മൾ അൾസറുകൾ ഇപ്പം അങ്ങനെ കാണാറില്ല, കോമൺ ആയിട്ട് കാണുന്നില്ല.